ഇന്ത്യ-അയർലൻഡ് ടി20 പരമ്പര നാളെ മുതൽ ആരംഭിക്കാനായി പോവുകയാണ്. 2 മത്സരങ്ങളടങ്ങിയ ടി20 പരമ്പരയെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ടീം ഇന്ത്യ കാണുന്നത്. ശ്രേയസ് അയ്യരെ സ്ഥിരം നായകനാക്കിയതിനു ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ടി20 പരമ്പര കൂടിയാണിത്. കൂടാതെ വൈഭവ് സൂര്യവംശി എന്ന യുവതാരത്തിന്റെ സീനിയർ ടീമിനൊപ്പമുള്ള അരങ്ങേറ്റം കാണാനും ആരാധകർ കാത്തിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് ലെവലിൽ ടീം ഇന്ത്യയുടെ പദ്ധതികൾ എന്തായിരിക്കുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ വൈഭവ് സൂര്യവംശി വരുമ്പോൾ ആർക്കായിരിക്കും സീറ്റ് നഷ്ടമാവുകയെന്നും ആരൊക്കെ ടീമിൽ ഉൾപ്പെടുമെന്നുമുള്ള ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് ലെവലുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ അവസരം ലഭിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനമെത്തുന്നത്. നിലവിൽ ടീം ഇന്ത്യയുടെ ടി20യിലെ ഓപ്പണിംഗ് ബാറ്റർമാർ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ്. ഇരുവരും മികച്ച ഫോമിൽ കളിക്കുന്നവരും മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നവരുമാണ്. എന്നാൽ വൈഭവ് സൂര്യവംശിയെ ഓപ്പണിംഗിൽ കളിപ്പിക്കുന്നതിനായി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷൻ കിഷൻ എന്നിവരിൽ ഒരാളെ പുറത്തിരുത്തേണ്ടതായുണ്ട്. ഇതിൽ ഇന്ത്യ സഞ്ജുവിനെ പുറത്തിരുത്തി അഭിഷേക് വൈഭവ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. 3-ാം നമ്പറിൽ ഇഷൻ കിഷൻ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സമീപകാലത്ത് ഇഷൻ ഇതേ റോളിൽ തന്നെ തിളങ്ങിയിരുന്നു. 4-ാം നമ്പറിൽ കളിക്കാൻ സൂര്യകുമാർ യാദവില്ല. അതോടെ തന്നെ പുതിയ നായകനായ ശ്രേയസ് അയ്യർ 4-ാം നമ്പറിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. IPL-ലടക്കം നായകനായും ബാറ്റ്സ്മാനായും മികവ് കാട്ടിയതോടുകൂടിയാണ് ഇടവേളയ്ക്ക് ശേഷം ക്യാപ്റ്റൻ സ്ഥാനത്തോടുകൂടി ശ്രേയസ് അയ്യർ ടീം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ശ്രേയസിന് അവസരം എത്രത്തോളം മുതലാക്കാനായി സാധിക്കുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. 5-ാം നമ്പറിൽ തിലക് വർമ്മയ്ക്കാകും അവസരം. മധ്യനിരയിൽ തിലക് വർമ്മയ്ക്ക് നിർണായക റോള് തന്നെയാകും ഉണ്ടാവുക. സമീപകാലത്ത് തിലകിന്റെ സ്ട്രൈക്ക് റേറ്റ് അല്പം മോശമാണ്. അതുകൊണ്ട് തന്നെ അയർലൻഡിനെതിരായി ഈ പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കേണ്ടതായി തന്നെയുണ്ട്. 6-ാം നമ്പറിൽ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും എത്തുന്നത്. സ്പിൻ ഓൾറൗണ്ടറായ സുന്ദറിന്റെ IPL-ലെ പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന് ടീമിൽ അവസരം നൽകിയത്. അതുകൊണ്ട് തന്നെ ഫിനിഷർ റോളിലേക്ക് സുന്ദറിനെ ടീം ഇന്ത്യ വിശ്വസിച്ചേക്കും. 7-ാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായ അക്സർ പട്ടേൽ ഉണ്ടാകും. ഓൾറൗണ്ടർ എന്ന നിലയിൽ അക്സറിന്റെ പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാകും. പരിക്കേറ്റ വിശ്രമത്തിലായിരുന്ന ഹർഷിത് റാണ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8-ാം നമ്പറിൽ ഹർഷിതിനായിരിക്കും അവസരം ലഭിച്ചേക്കുക. 9-ാം നമ്പറിൽ വരുൺ ചക്രവർത്തിയാകും ഉണ്ടാവുന്നത്. സ്പിന്നർ എന്ന നിലയിൽ വരുണിന്റെ പ്രകടനം നിർണായകമായി മാറും. പേസറായി പ്രസിദ്ധ് കൃഷ്ണ ടീമിലേക്ക് എത്തുമ്പോൾ 11-ാമനായി അർഷ്ദീപ് സിംഗ് ആയിരിക്കും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക. സഞ്ജു സാംസൺ, ശിവം ദുബെ, സൂര്യൻ ഷെഡ്ജെ, രവി ബിഷ്ണോയ്, പ്രിൻസ് യാദവ് എന്നിവർ ബെഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിനുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവനെ പരിഗണിക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, ഇഷൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ഹർഷിത് റാണ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക.